നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു സിനിമ എടുക്കുകയാണ്. നിങ്ങളിൽ ഒരു പുതുമുഖ താരത്തെ ഞങ്ങൾ ഇവിടെ ഓഡീഷൻ ചെയ്തെടുക്കും. ആർക്ക് വേണമെങ്കിലും വരാം. സാറിന്റെ ചന്തി കണ്ടു അയ്യേ, ചന്ദ്രി കണ്ടോന്നാണ്. എവിടെ ചന്ദ്രി? എവിടെ? ഒന്ന് എഴുന്നേറ്റേക്കൂ. ചന്ദ്രി ഇങ്ങോട്ട് വാ. എവിടെയാണ് ചന്ദ്രി? വാ 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 വാ. നിങ്ങൾ ഇത്തിരി കാലം ഒരുക്കി തരി അങ്ങോട്ട്, ഞാൻ പോട്ടെ. നമസ്കാരം. നമസ്കാരം. എടി ചന്ദ്രി നീയാ? സാറേ തനിക്കൊക്കെ എനിക്കൊക്കെ ഉണ്ട്. ചോദിക്കണം. അല്ല, ഇവിടെ എന്റെ ഒരു പഴയ ഫ്രണ്ടാ സാറേ. ആ, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ? ഞങ്ങൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ കാഞ്ഞിരംകുളം കോളേജിൽ ഒരുമിച്ച് പഠിച്ചത് സ്കൂളിലെ. ആണോ? അപ്പൊ ചന്ദ്രിക്ക് അഭിനയിക്കാനൊക്കെ താല്പര്യമുണ്ടോ? താല്പര്യം ഉണ്ടാകും. ഞാൻ എവരടുത്ത് ചോദിച്ചു നോക്കി, ഞാൻ അഭിനയിച്ച് പൊളന്ന തള്ളുവല്ലേ. പിന്നെ ചന്ദ്രി, നമുക്ക് സ്ക്രീൻ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ലൈറ്റ് ഓഫ് ആക്കട്ടെ? അല്ല, ലൈറ്റ് ഓൺ ആയി കിടക്കുവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് എന്തുവാണ് ഓഡീഷൻ ചെയ്യാൻ? ആ കുട്ടിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. ഓക്കെ, വാടി ഇങ്ങോട്ട്. എല്ലാം ശരിയാക്കി തരും. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയം ഇന്ന് മുടക്കും ഞാൻ. എന്റെ സംഭവം എന്നറിയോ ചേട്ടാ? ഉമ്മ സമയം എന്തായി ചേട്ടൻ വേറെ മൂടില്ല. സംഭവം മനസ്സിലായി. എന്നൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ വീട്ടിൽ ഇപ്പൊ അടുക്കളപ്പുറത്ത് ഞാൻ ഇച്ചിരി ലേറ്റായിട്ട് കയറി ചെല്ലുമ്പോൾ അടുക്കളപ്പുറത്ത് ഓരോ ദിവസം ഓരോ ചെരുപ്പാ. സംഭവം എന്താണെന്ന് അറിയണല്ലോ. ഈ ചെരുപ്പ് വന്നിട്ട് ചെരുപ്പിട്ട് നോക്കണല്ലോ. ഇല്ല, ഈ അളവല്ല. എന്താണെങ്കിലും എന്റെ ഭാര്യയോട് വന്നിട്ട് ഞാൻ അവളെ സിറ്റ് ഡൗൺ ബേബി. ഇവിടെ ഒരു സിനിമയുടെ ഓഡീഷൻ നടക്കുകയാണ്. നീ സിനിമയുടെ ഓഡീഷനിലല്ല, ഈ ചെരുപ്പിന്റെ ഓഡീഷൻ നടന്നിട്ട് ഇവിടെ ഇനി സിനിമയുടെ ഓഡീഷൻ നടത്തുള്ളൂ. എന്റെ ചന്ദ്രി, നീ തടിച്ചു കേട്ടോ. നീ തടിച്ച് ഞാൻ പിടിച്ച് ആരാടി? ഇത് എന്റെ മാപ്പിള. ഹലോ, എവിടെയായിരുന്നു നീ? ഞാൻ ഗ്രീൻ റൂമിലായിരുന്നു. എനിക്കറിയാടി. ഇവളെ കാണാതായപ്പോ എനിക്ക് തോന്നി ഇവളെ ഏതെങ്കിലും ഒരു റൂമിലായിരിക്കും. ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. നിനക്ക് ആരെയാ വേണ്ടാത്തത്? എന്നെയല്ലേ വേണ്ടാത്തത്? ഞാനല്ലേ പെട്ടുപോയത്. ഹലോ, ഹേ മിസ്റ്റർ, ഞാൻ അവിടെ ബെസ്റ്റിയാണ്. എന്താ? ഞാൻ അവിടെ ബെസ്റ്റിയാണ്. ഒരു നിമിഷം ഒന്ന് മുമ്പോട്ടേക്കാവോ? ഹലോ, കേൾക്കണം. ഇപ്പൊ കിടന്ന് കറങ്ങുന്ന സാധനമാണല്ലോ ഈ സാധനം. ഇപ്പൊ നമ്മൾ കേൾക്കാറ് മാത്രമേ ഉള്ളൂ. ഇതാണ് ആ സാധനം, ബെസ്റ്റി. ബെസ്റ്റി എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ഫ്രണ്ട്ക്ക് മേലെ ലവർക്ക് കീഴെ. അതായത് ഒരു സാൻഡ്വിച്ച് പരിപാടിയും. അതിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വരും, ഏതാണ്ട് സെൻട്രലായിട്ട് വരും. എന്താ നിന്റെ പേര്? എന്റെ പേര് രാജേഷ് മാങ്കോ കൂട്ടത്തിൽ. ഓ, എന്തോ മാങ്കോ കൂട്ടം. ഭയങ്കര സ്നേഹമാണ്, നല്ല സ്വഭാവവും. പിന്നെ മാങ്കോ കൂട്ടം എന്ന് പറയുമ്പോ തന്നെ വിക്കിപീഡിയ തുറന്നു വരുമ്പോലെ വന്നെ. അതെനിക്ക് മനസ്സിലായി. നല്ല കെയറിംഗ് ആണ്, നല്ല കെയറിംഗ്. ഹൂ കെയർസ്? എനിക്കറിയാം. എന്നെ ഒരുമാതിരി വിവാഹത്തിലൊന്നും പിടിച്ചിടരുത്. എന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചേക്കുന്നു. അതെ, നാളിന്റെ പ്രശ്നം കാരണം വിവാഹം മുടങ്ങിയിരിക്കായിരുന്നു. ഇപ്പോഴാണ് ഒരു വിവാഹം സെറ്റായത്. എന്താണ് നിന്റെ നാള്? എന്റെ നാള് മൂലം. പെണ്ണിന്റെ ഭരണി. ഭരണിയിൽ മൂലം പോകത്തില്ല. പോവും. അഥവാ പോയാ തന്നെ വലിയ പാടാ. ഈ പുള്ളി എന്തോ കാണിക്കുന്നു. രാത്രിയാകുമ്പോ വെള്ളം അടിച്ചോണ്ട് വീട്ടിൽ കയറുന്ന എന്തൊക്കെ ബഹളം അറിയാൻ അത് നീ പറയണം. നിങ്ങൾ കേൾക്കണം. സംഭവം ഇവള് ഞാൻ കള്ളു കുടിച്ച് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഇവള് എന്താ എടുക്കണമെന്നറിയോ? എനിക്ക് ഭക്ഷണം പോലും തരാണ്ട് കിടന്നുറങ്ങും. ഞാൻ ഉറങ്ങില്ല. നീ ഉറങ്ങി? ഞാൻ ഉറങ്ങിയില്ല. നീ കണ്ണടച്ചുറങ്ങി? ഞാൻ ഉറങ്ങിയില്ല. നീ ഉറങ്ങി കണ്ണടച്ചുറങ്ങി? കണ്ണടച്ചുറങ്ങി. സമയം രാത്രി 9 മണി. ഞാൻ പോണേ. തലവിടെ പൊട്ടു. 9 മണിക്ക് വിവറായി അടക്കും സാധനം മേടിക്കട്ടെ. നീ പോയി കഴിഞ്ഞാ നിനക്ക് 7ന്റെ പണി ഞാൻ തരും. 7ന്റെ പണി ഞാൻ തരും. ഇതേതാ ഈ അപസ്മാരം? അപസ്മാരം അപസ്മാരമല്ല. നിങ്ങൾക്ക് ഇവിടെ ബിഗ് ബോസ് നോക്കാൻ പറ്റി കാണിക്കാമെങ്കിൽ എനിക്ക് മോഹൻലാലിന്റെ ഫിഗർ ചെയ്യാം. അതായിരുന്നു ഇത്.
കൊച്ചു പിള്ളേര് മോഹൻലാലിന്റെ പടം പേപ്പറിൽ ഒരിക്കുമ്പോ തെറ്റിപ്പോവില്ലേ? അതിന് ഇതിനേക്കാളും വൃത്തിയുണ്ട്. ഓക്കെ അവന്റെ അല്ല, നിങ്ങളൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ കള്ളുകൂടി കാരണം എന്തോ ടാലന്റ് ഉള്ള കൊച്ചാന്നറിയാത് ഞാൻ നശിപ്പിച്ചു, അവിടെ ഭാവി നശിപ്പിച്ചു. എന്റെ കഴിവൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കൂടെ അങ്ങോട്ട്. അവിടെ ഡാമിയം കീറ് കണ്ടിട്ടുണ്ട്, അവിടെ ഡാമിയം കീറ് കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അയച്ചു തരാം. 1 മില്യൺ അടിച്ച് നീ കണ്ടെങ്കിൽ കണ്ടു. ഈ ആൾക്കാരുടെ മുമ്പിൽ മുഴുവൻ വിളിച്ചു പറയുന്ന എല്ലാ കോടിക്കണക്കിന് ജനങ്ങളെ കണ്ടത്. എല്ലാവരും ഡാമിങ്കർ കാണിച്ചു കൊടുത്തിട്ട് നീ ഇങ്ങനെ നിൽക്കാനടി ഉളുപ്പുണ്ടോ? എന്റെ ദൈവമേ, നിങ്ങൾ പറയണത് ആളുകൾ കണ്ടാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? എനിക്ക് നീ ഞാൻ ഇല്ലാപ്പള്ളി ഒന്നല്ലടി. ഡാമിങ്കർ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ഈ ഡാമിങ്കറിന്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഞങ്ങളുണ്ട്, ഡാമിങ്കർ ഗ്രൂപ്പ്. അത് മാത്രമല്ല, എല്ലാ ഞായറാഴ്ചയും എല്ലാ ദിവസവും ഞങ്ങൾ ചർച്ച ചെയ്യും ഡാമിങ്കറിനെ കുറിച്ച്. എന്നിട്ട് ഇവനെയും കാണിച്ചു. അറിയാടി കണ്ടോ, അവള് കാണിച്ചു കൊടുത്തിട്ട് അത് റിയലാന്ന് സ്ഥാപിക്കുക. ഓക്കേ നമ്മൾ ഉദ്ദേശിച്ചതല്ല. അറിയായിരുന്നോ? ഞാനിപ്പോ ആ ഗ്രൂപ്പും കാണിച്ചാലേ നിങ്ങളെ. ഇത് ശരിയാവും തോന്നില്ല സാറേ, ഇനി എന്തോ ചെയ്യും? എന്റെ ഭാവി ഇങ്ങനെ കാരണം നശിപ്പിക്കും. ഞാൻ എന്നെ സിനിമയിൽ എടുക്കാന്ന് പറഞ്ഞേക്കാണ് നായികയായിട്ട്. നിങ്ങൾക്കറിയാമോ? ഞങ്ങളുടെ പുതിയ സിനിമയിലെ നായികയായിട്ട് ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെ നീ മാത്രം സെലക്ട് ചെയ്തില്ല. അവളെ സിനിമയിൽ അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കൂല. അവളെ സമ്മതിക്കൂല. ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ അവൾക്ക് സമ്മതിപ്പിക്കൂല. അങ്ങനെ അഥവാ അവളെ സിനിമയിൽ എടുക്കുകയാണെങ്കിൽ എന്നെ സിനിമയിൽ എടുക്കണം. അതൊന്നും ശരിയാവത്തൊന്നും. വലിയ കഷ്ടമല്ല. അവളെ വെച്ചും ജയിപ്പിച്ചു നോക്കാം. ഒരു മണി എന്തെങ്കിലും ഒരു ചാൻസ് കൊടുക്കാം നമുക്ക്. ഒരു മണി ആ സീനങ്ങ് കൊടുക്ക്. ചന്ദ്രി ഈ ഡയലോഗ് പറയുമ്പോൾ താങ്കളും അഭിനയിക്കുന്നുണ്ട്. ചന്ദ്രി ഈ ഡയലോഗ് പറയുമ്പോൾ സാധനം തന്നെ അത് നേരത്തെ പറഞ്ഞായിരുന്നു. എന്ത് ഇനി എവിടെന്ന് നമ്മളും തിരക്കായി പോയില്ലേ? ഇപ്പൊ സാധനം പോയി എടുക്കണ്ടേ? അതല്ല, എക്സ്പ്രഷൻ വേണം. ഇവിടുന്ന് കോപ്പ് കിട്ടും. ഈ ജില്ല വിട്ടു പോയാൽ ഈ സാധനം കിട്ടൂല. എക്സ്പ്രഷൻ എന്ന സാധനം ഇവിടെ കിട്ടൂല. ചേട്ടാ, അവള് ഡയലോഗ് പറയുമ്പോ ചേട്ടൻ മുഖത്ത് ഭാവങ്ങൾ ഉണ്ടാവണം. ഇടോ, താൻ വികാരധീനനായിട്ട് നിൽക്കണം. ഓക്കേ, കം ഓൺ ബേബി. തുടങ്ങാം, നോക്കാം. ആക്ഷൻ. പിന്നെ ഞാനിവിടെ എന്തിരിക്കണം? ചന്ദ്രി, ആക്ഷൻ. ബാബു ഏട്ടനെ ഞാൻ സ്നേഹിച്ചതിനെ കാട്ടി 100 ഇരട്ടി ഞാൻ എന്റെ രവിയേട്ടനെ സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ രവിയേട്ടനെ സ്നേഹിച്ചതിനെ കാട്ടി 1000 ഇരട്ടി ഞാൻ എന്റെ രഘുവേട്ടനെ സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ രഘുവേട്ടനെ സ്നേഹിച്ചതിനെ കാട്ടി 10,000 ഇരട്ടി ഞാൻ എന്റെ സുഖുവേട്ടനെ സ്നേഹിച്ചിട്ടുണ്ട്. എടി, ഏതാടി ഇതിന്റെ ബാബുവേട്ടനും സുകുമാരനും സുഖമൊക്കെ? ആരടിയാടി ഈ ചെരുപ്പ്? ആരടി അത്? കട്ട് ചെയ്യാൻ ഇത് ക്രിസ്മസ് കേക്ക് അല്ല, എന്റെ ഭാര്യ. സിനിമയല്ല, ഡയലോഗ് പറഞ്ഞതാണോ? എടോ, ഇത് നിനക്ക് സിനിമയായിരിക്കും, എനിക്ക് എന്റെ ജീവിതം അറിയാവോ? വീണ്ടും പൊങ്ങിയ സാറേ, ഇത് എന്തോ ചെയ്യും സാർ? ഒരു കാര്യം ചെയ്യാം. അവൾക്ക് ഡയലോഗ് വേണ്ട, ഞാൻ ഡയലോഗ് പറയാം. മറ്റേ ഡയലോഗ് കൊടുക്കും. പിടിച്ചടി. എന്താ കാണിക്കുവാ? ചെറുതായിട്ട് എഴുതുമ്പോ ഓർക്കണം. ഞാൻ സൂം ചെയ്യുക. ഇവിടെ അത് വെള്ള പേപ്പർ ഇല്ലേ? അത് സൂം ചെയ്യാനായിട്ട് ഭയങ്കര ടാലന്റ് ആണല്ലോ. അതെന്റെ കുടുംബ പാരമ്പര്യ. എന്തിനും കണ്ട് അപ്പൊ തന്നെ പഠിക്കും. ഈ നോക്കി പറയുന്നത് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല തന്നെ. ചന്ദ്രി, ഈ ഡയലോഗ് പറയുമ്പോ പറഞ്ഞ് അവസാനിക്കുമ്പോ ആ വടി ഒന്ന് എടുത്തോട്ടെ. ഇവിടെ ഒരു വടി കിടപ്പുണ്ടാവും. ആ വടി എടുത്തിട്ട് മുട്ടിന് താഴെ ഒറ്റയടി. അതാണ് നമ്മുടെ സീൻ കേട്ടോ. ഓക്കെ അല്ലേ? ഞാൻ പിന്നെ എന്തിനു നിൽക്കണം? ആക്ഷൻ. ഹലോ. 36 വർഷമായി ഞാൻ ബിവറേജിൽ. അതിൻ്റെ ഇടയിൽ പുറത്തറിയാത്തതും അറിയാത്തതുമായിട്ട് പല മട്ട ബ്രാൻഡുകൾ ഞാൻ അടിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും ഞാൻ വാള വെച്ചിട്ടില്ല. 2 ദിവസം മുമ്പ് മിലിറ്ററി റിട്ടയർഡായ DSP കൊണ്ടു തന്ന് എന്നെ കൊതിച്ചപ്പോൾ ഞാൻ എന്താ പറഞ്ഞെന്നറിയാമടി? ജവാൻ സാറ് പഴയ ജവാൻ സാറ് തന്നെടി. നീ ആരെയടി പേടിപ്പിക്കണേ? ആരെയടി പേടിപ്പിക്കണേ?
നീ ആരെയാടി പേടിപ്പിക്കണേ? അടി 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 ആരെയാടി പേടിപ്പിക്കണേ? ആരെയാടി ചന്ദ്രി, അടി. അടി action. അയ്യോ! 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 തന്ത്രി നിർത്ത്. ഒരടിയേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഇത് എന്തുമാത്രം അടിയടിക്കുന്നത്? നിങ്ങൾ പ്ലാൻ ചെയ്തതേ ഒരടിയായിരിക്കും, പക്ഷെ ഞാൻ കൊടുത്ത ബാക്കി അടിയെല്ലാം വർഷങ്ങളായിട്ട് ഞാൻ കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന അടിയാണ്. പിന്നെ വേറൊരു കാര്യം, ആവശ്യമില്ലാതെ ഭാര്യമാരെ തല്ലുന്ന ഭർത്താക്കന്മാർക്ക് ഇതൊരു പാഠമായിരിക്കും. അതെ, എവന്റെ കൂടി പറഞ്ഞുതരാം, ഈ ചന്ദ്രി കാട് കയറാൻ പോവേണം. നീ ഒറ്റ ഒരുത്തൻ കാരണം കൊണ്ടാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. എല്ലായിടത്തും മേടിച്ച് തരുമല്ലേ എനിക്ക്? എന്നാ വീട്ടിൽ പോവാ. ഇത് എന്റെ ചെരുപ്പറഞ്ഞത്. പാവ എന്റെ ചന്ദ്രകുട്ടിനെ ഞാൻ സംശയിച്ച്. ചന്ദ്രി, എടി ചന്ദ്രി. എന്താണെന്ന് നിങ്ങൾക്ക്? എന്താണെന്ന് നിങ്ങൾക്ക്? പെണ്ണെ, എന്താ ഞാൻ നിന്നെ സംശയിച്ചു വേടി. ഇതെന്റെ ചെരുപ്പാടി. നിങ്ങൾക്ക് ഇപ്പം കുഴപ്പമൊന്നുമില്ലേ? സംശയിക്കില്ലടി. സോറി. നിങ്ങളെ ഒരു ഒടുക്കത്ത ഡബിട്ടും ഒന്നും ഉണ്ടാണ്ടി. 1 minute. എന്തരേ എനിക്ക് ഒരു ഡബിട്ട്. എന്തോന്ന്? എന്റെ കാലിന്റെ അളവിലുള്ള ഏത് ജാറിനാണ് നിന്റെ വീട്ടിൽ വരുന്നത്? മനുഷ്യ സോറി, ഇത് തുടരും.